സഖി യേശുവേ, എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ, എൻ്റെ പ്രാണസഖി യേശുവേ, എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നേതായിപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നേതായിപ്പോൾ നിൻ പാദത്തിൽ. അരുൾക അരുൾക പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും, നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും, അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ, അടിയാനും രുചിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ, ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കും
കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി കണ്ടവർ എത്ര പേർ ഈ പ്രഭാതം കാണാതെ ഉണ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പകലിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കൃപകളും ദൈവം ഉയരത്തിന് ദാനം തരണമെന്ന് നമ്മോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ. അനിഷ്ട സംഭവങ്ങളിൽ നിന്നും കർത്താവേ, അപകടങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിന് ചുറ്റുമുള്ള ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകലിലുണ്ടാകണമേ. അവർ ഏർപ്പെടുന്ന ജോലി കാര്യങ്ങളിൽ, യാത്രകളിൽ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരെയും ദൈവം സംരക്ഷിച്ച് വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഈ പകലിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം അവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ ഞങ്ങളുടെ തലമുറകളെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ദൈവം കൊടുക്കണമേ. പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ. ആയുസ്സും ആരോഗ്യവും ബലവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരണമേ. അവരൊക്കെ ഏത് സ്ഥാനത്തായിരുന്നാലും ദൈവമേ, അവിടെ മേൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവർ ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുമ്പോൾ കർത്താവ് നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ദൈവം ഇടയാക്കണമേ. നല്ല ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉപരിപഠനത്തിനായി കർത്താവെ കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ. കേരളത്തിലും കർത്താവ് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഉടമയിൽ പകരണമേ കർത്താവിനെ വിട്ട് ഇടവോ വലവോ മാറുവാനിടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ കർത്താവെ ഹിതപ്രകാരം തന്നെ ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവരെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വഷളത്ത നിറഞ്ഞ തലമുറയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ദൈവമേ, വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, നട്ടലിന് ഭാരപ്പെടുന്ന, നട്ടലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന സഹോദരൻ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന കർത്താവെ, അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വചനവും അയച്ച് തന്നെ സൗഖ്യമാക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം ദൈവത്തിൻ്റെ അവകാശമാണ്. കർത്താവെ,
ദൈവം നൽകുന്നതാണ് കർത്താവെ. സൗഖ്യം തൻ്റെ ദാസൻ്റെ മേൽ ദൈവം പകരണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവം ഈ പ്രഭാതത്തിൽ തൻ്റെ ഉച്ചതൊട്ടുള്ളങ്കാൽ വരെ ദൈവ സാന്നിധ്യം വ്യാപരിച്ച് സൗഖ്യം തനിക്ക് നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങനെ വിവിധ ഭാരത്താൽ ഭാരപ്പെടുന്ന, അനേക പ്രശ്നത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു എന്ന വിശുദ്ധ ബൈബിളിൽ ഞങ്ങൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ രോഗികളായി ഭാരപ്പെടുന്ന, നിരാശയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ നിൻ്റെ കരം വെക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവമേ ആശ്വാസത്തിൻ്റെ കരം വെക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവെ. അങ്ങനെ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ, പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ആശ്വാസവും വിടുതലും സൗഖ്യവും ഒക്കെ അവിടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. നിരാശയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. മദ്യപാന അസ്ഥിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ദൈവം വിടുതലും സൗഖ്യവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു. വിശേഷാൽ കർത്താവെ, എൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവർ സഞ്ചരിക്കുന്ന വാഹനത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ, ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവ്. അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവർ കർത്താവെ ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവദാസന്മാരെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവരോടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന ഭവനങ്ങളെ ഉണ്ട് കർത്താവെ. വിലാപ ഭവനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവവചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ, സമാധാനിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ആശ്വാസവും വിടുതലും സൗഖ്യവും ഒക്കെ ദൈവം കൽപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ പകലിൽ നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പക്കൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.